ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഖത്തർ ഉച്ചകോടി അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സംയുക്ത അറബ് ഇസ്ലാമിക് സൈനിക നീക്കം ഉണ്ടാകുമോ എന്നറിയാൻ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ഇസ്രയേൽ ആക്രമണങ്ങൾക്കെതിരെ സംയുക്ത സൈനിക ശക്തിയായി അറബ് നാറ്റോ രൂപീകരിക്കണമെന്ന ഇറാഖ് ആവശ്യപ്പെട്ടിരുന്ന വലിയൊരു ഡെവലപ്മെൻറ്റാണ്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ പോലെ അത്തരം ഒരു ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കെല്ലാം കൂടി, ഒരുപക്ഷെ അറബ് രാജ്യങ്ങൾക്കെല്ലാം കൂടി ഒരു സഖ്യം വരികയാണെങ്കിൽ അത് ദൂരവ്യാപകമായ സ്വാധീനം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരമൊരു നീക്കത്തിലേക്ക് ഈ ഉച്ചകോടി നടക്കുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിഷ്ണു രവീന്ദ്രൻ തത്സമയം ചേരുന്നു. ജിഷ്ണു, പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. എന്താണ് കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ഖത്തറിൽ ദോഹയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്? എസ്കെൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രസന്ധിയിലേക്ക് ഖത്തർ ഉച്ചകോടി കടക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇറാഖ് ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഒരു അറബ് നാറ്റോ രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു സംയുക്ത സൈനിക നീക്കം അറബ് രാജ്യങ്ങളുടെ, ഇസ്ലാമിക രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ അറിയേണ്ടത്. ഉച്ചകോടി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സംയുക്ത പ്രസ്താവന വരാനിരിക്കുന്നു. ഒരു സംയുക്ത സൈനിക നീക്കം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കയുമായും ഇസ്രയേലുമായും അറബ് രാജ്യങ്ങൾക്കുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെടുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2020 ഒപ്പുവെച്ച അബ്രഹാം ട്രീറ്റി നമുക്കറിയാവുന്നതാണ്, അബ്രഹാം അക്കോർഡ്സ് നമുക്കറിയാവുന്നതാണ്. ആ അബ്രഹാം ഉടമ്പടി പ്രകാരം ഉള്ള ബന്ധം, അത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രയേലുമായുള്ള അറബ് രാജ്യങ്ങളുടെ ബന്ധമാണ്. അത് വിച്ഛേദിക്കപ്പെടുന്ന അല്ലെങ്കിൽ തകരുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാം, ഖത്തർ വലിയ തോതിൽ അമേരിക്കയിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള രാജ്യമാണ്. $1.2 ട്രില്യൺ നിക്ഷേപം ഖത്തർ അമേരിക്കയിൽ നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഖത്തറും അമേരിക്കയും തമ്മിൽ ഈ വർഷം ഒപ്പിട്ട സൈനിക ഉടമ്പടിയുണ്ട്. അത് സുരക്ഷ ഉറപ്പാക്കുന്ന വേണ്ടി സൈനിക ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. $38 ബില്യൺ സൈനിക ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് അമേരിക്കയും ഖത്തറും. അങ്ങനെ നിരവധി ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്ന ഒരു തീരുമാനത്തിലേക്ക് ഖത്തറും അതുപോലെ മറ്റ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും കടക്കുമോ എന്നതാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ അറിയേണ്ടത്. നിരവധി നേതാക്കളുടെ പ്രതികരണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പലസ്തീനിയൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. 1967 പലസ്തീനിയൻ അതിർത്തി അംഗീകരിച്ച് ഇസ്രായേൽ തിരിച്ചു പോകുന്ന, ഇസ്രായേൽ എല്ലാ യുദ്ധവും അവസാനിച്ച് തിരിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാനുള്ള സമ്മർദ്ദം അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മുഹമ്മദ് അബ്ബാസ് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ തുർക്കി ഭരണാധികാരിയായ തയ്യിപ്പ് എർദോഗൻ പറയുന്നതും വളരെ ശക്തമായ നിലപാടാണ്. ഈ മേഖലയിൽ തന്നെ ഇസ്രായേൽ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്ന് എർദോഗൻ പറയുന്നു. അതുപോലെ ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽത്താനി പറയുന്നു, ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ മധ്യസ്ഥത വഹിക്കുന്നവരെ പോലും കൊന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കടക്കുന്നത് എന്നാണ് ഖത്തർ അമീർ പറയുന്നത്. ശക്തമായ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം, ഈ ഉച്ചകോടി നടക്കുന്നതിന് തൊട്ടു മുമ്പത്തെ ദിവസം തന്നെ അമേരിക്കൻ സന്ദർശനം നടത്തി അമേരിക്കയിലെ ഈ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസിനെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റുബിയോയെ ഒക്കെ നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് ഖത്തർ പ്രധാനമന്ത്രി ഉച്ചകോടിയിലേക്ക് തിരിച്ചു വരുന്നത്. എന്താണ് ധാരണ എന്ന് നമുക്കറിയില്ല. എന്നാൽ ഒരു നയതന്ത്ര നീക്കമാണോ അതോ ഒരു സംയുക്ത സൈനിക നീക്കമാണോ ഖത്തർ ഉച്ചകോടിയുടെ ബാക്കി പത്രം എന്നതറിയാൻ നിമിഷങ്ങൾ മാത്രം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഒരു സംയുക്ത പ്രസ്താവനയിലൂടെ എന്താകും തീരുമാനിക്കാൻ പോകുന്നത് എന്നറിയാൻ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.